ശരീരഭാരം കുറയ്ക്കാനായി ഓടിത്തുടങ്ങിയാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മാരത്തോണുകളിൽ വിജയായ കഥയാണിനി. തൻ്റെ 42-ാം വയസ്സിൽ മാരത്തോണുകളിൽ വിജയം കൊയ്യുകയാണ് ഫെമിൻ ട്രീസ. ഇതുവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന 25ഓളം മാരത്തോണുകളിൽ പങ്കെടുത്തു കഴിഞ്ഞു ഈ ഓട്ടക്കാരി. പ്രായം കൂടുന്തോറും ഓട്ടത്തിൻ്റെ സ്പീഡും ദൂരവും കൂട്ടുന്ന ഒരു 42-കാരിയുണ്ട് ദുബായിൽ. പ്രായത്തെയും വെല്ലുവിളികളെയും ഓടിത്തോൽപ്പിക്കുകയാണ് കോഴിക്കോട് സ്വദേശിനിയായ ഫെമിൻ ട്രീസ. പ്രായമെന്നത് വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച് ദീർഘദൂര ഓട്ടമത്സരങ്ങളിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഈ പ്രതിഭ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിരവധി മാരത്തൺ മത്സരങ്ങളിലെ വിജയിയാണ് ഫെമിൻ ട്രീസ. എല്ലാവരും ഓട്ടം മതിയാക്കുന്ന 30കളുടെ തുടക്കത്തിലാണ് ഫെമിൻ ട്രാക്കിലേക്ക് ഇറങ്ങുന്നത്. എന്താ പറയുക, നമ്മുടെ ഒരു ഡെലിവറി എല്ലാം കഴിയുമ്പോഴേക്കും കുറച്ച് വെയിറ്റ് ഗെയിൻ നമുക്കുണ്ടാവും. അപ്പം ആ സമയത്താണ് ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പം, അതായത് ജിംനേഷ്യത്തിലൊക്കെ പോയി ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ആ സമയത്ത്. പ്രത്യേകിച്ചും ഒരു കുട്ടിയുണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്. അപ്പം ഡെയിലി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല അത്. അപ്പോൾ ആ സമയത്താണ് റണ്ണിങ്, അതായത് നമുക്കൊരു പ്രീവിയസ് ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് റണ്ണിങ് ഇഷ്ടമായിരുന്നു. അപ്പം അതിലേക്ക് പോകുന്നതിനോട് എളുപ്പമായിട്ട് തോന്നി. അപ്പം അധികം വലിയൊരു ചിലവൊന്നും അതിനില്ല. ശരിക്കും ഒരു റണ്ണിങ് ഷൂസും ഒരു ചെറിയൊരു ഏരിയ നമുക്കുണ്ടെങ്കിൽ റൺ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു കൺസിസ്റ്റൻസിയാണ് അതിന് മെയിനായിട്ട് വേണ്ടത്. നമുക്കൊരു താല്പര്യം അതിനുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസിയും ഡെയിലി റൊട്ടീൻ്റെ നമ്മുടെ ഒരു ഭാഗമാവുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് എഞ്ചിനീയർ എന്ന നിലയിൽ ഏറെ തിരക്കുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ് ഫെമിൻ ഓട്ടത്തെ കൂടെ കൂട്ടുന്നത്. പിന്നീടത് ദിനചര്യയായി മാറി. കോവിഡിന് ശേഷമാണ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത്. വർക്ക് പ്രഷറിൽ വർക്കിൻ്റെ ഇടയിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ആക്ടിവിറ്റീസിലോട്ട് ഒക്കെ ഇറങ്ങിച്ചെല്ലാൻ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ റണ്ണിങ് എന്ന് പറയുന്ന ഒരു പാഷനാണ്. അപ്പം എനിക്കതൊരു എന്താ പറയുക, ബേർഡനായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ എപ്പോഴും അത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇപ്പം വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് റണ്ണിങ്ങിന് പോകാനുണ്ട്. അപ്പം അതാണ് എന്നെ ശരിക്കും ഒന്ന് ഹാപ്പിയാക്കി വെക്കുന്ന ഒരു കാര്യം, ഈ വർക്ക് പ്രഷറിൻ്റെ ഇടയിലുമെല്ലാം. ഇന്ത്യ, UAE, UK എന്നിവിടങ്ങളിലായി 25ഓളം മാരത്തണുകളിൽ ഈ ഓട്ടക്കാരി പങ്കെടുത്തു കഴിഞ്ഞു. ഇതുവരെ ഞാനൊരു 20-25 മാരത്തണുകൾ പങ്കെടുത്തിട്ടുണ്ട്. കോവിഡിന് ശേഷമാണ് കൂടുതലും മത്സരങ്ങളിലോട്ട് പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും വിജയം കണ്ടെത്താനാവുന്നത് ഫെമിന്റെ പ്രതിഭയുടെ നേർസാക്ഷ്യമാണ്. കൊച്ചിയിൽ 2024 ഡിസംബർ 15 നടന്ന 10 കിലോമീറ്റർ മാരത്തണിൽ നേടിയ ഫസ്റ്റ് റണ്ണറപ്പ്, അജ്മാനിൽ നടന്ന മാരത്തണിൽ കരസ്ഥമാക്കിയ ഓവറോൾ ചാമ്പ്യൻ പട്ടം, റാസൽഖൈമ മാരത്തണിലെ ഏജ് കാറ്റഗറിയിൽ നേടിയ ഫസ്റ്റ് റണ്ണറപ്പ് എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളാണ് കുറഞ്ഞ കാലയളവിനുള്ളിൽ ഫെമിൻ സ്വന്തം പേരിൽ കുറിച്ചത്. എല്ലാ കോമ്പറ്റീഷനിലും എന്തെങ്കിലും ഒരു പ്രൈസ് എനിക്ക് കിട്ടാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഏജ് കാറ്റഗറിയിൽ വരുമ്പം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇതിൽ ആരും തന്നെ ഉണ്ടാകാറില്ല. അപ്പം ഇവിടെ UAE-യിലുള്ള കോമ്പറ്റീഷൻസിലൊക്കെ ആണെങ്കിൽ യൂറോപ്യൻസൊക്കെ ഒത്തിരി പേര് വന്ന് പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇന്ത്യൻസൊന്നും അങ്ങനെ ആരും തന്നെ പങ്കെടുക്കാറില്ല. അപ്പം എൻ്റെ ഏജ് കാറ്റഗറിയിൽ ഞാൻ എപ്പോഴും വിൻ ചെയ്യാറാണ് ഉള്ളത്. പിന്നെ ഓവറോൾ വരുമ്പോഴാണെങ്കിലും കോമ്പറ്റീഷൻസിന് പോകുമ്പം എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കൊച്ചി നേവി മാരത്തണിൽ എനിക്ക് ഫസ്റ്റ് റണ്ണറപ്പായിട്ട് കിട്ടി. പിന്നെ അജ്മാനിലുണ്ടായിരുന്നതിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ഓവറോൾ വുമനിൽ. പിന്നെ റാസൽഖൈമ മാരത്തണിൽ എൻ്റെ ഏജ് കാറ്റഗറിയിൽ ഞാൻ സെക്കൻഡ് വിന്നറായിരുന്നു. അങ്ങനെ നിരവധി കോമ്പറ്റീഷൻസിൽ എന്തെങ്കിലും പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ദിവസേനയുള്ള കഠിനമായ പരിശീലനമാണ് വിജയരഹസ്യം. ജോലിത്തിരക്കിനിടയിലും അതിനായി സമയം കണ്ടെത്തും.
പ്രാക്ടീസ് മെത്തേഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഡെയിലി ഞാൻ ചെയ്യുന്ന ഒരു റണ്ണ് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ ജിംനേഷ്യത്തിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി റണ്ണിങ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഇഞ്ചുറീസിന് ഒരു ചാൻസസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു 2 ഡേയ്സ് ഇൻ എ വീക്ക് ഞാനൊരു ജിമ്മിൽ പോയിട്ട് കുറച്ചൊരു ആക്ടിവിറ്റീസും കൂടെ ചെയ്യാറുണ്ട്. അത് നമ്മുടെ റണ്ണിങ്ങിന് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ആക്ടിവിറ്റീസ്. പിന്നെ ഇൻ്റർവൽ ട്രെയിനിങ്സ് അതെല്ലാം ഒരു റണ്ണിങ്ങിനെ നമുക്ക് സ്പീഡിനും എല്ലാം ബൂസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകളാണ് ഇൻ്റർവൽ ട്രെയിനിങ്സ് എല്ലാം. അപ്പം അതെല്ലാം ചെയ്യാറുണ്ട്. ഒരു വീക്കിൽ ഒരു 1-2 തവണ ഇൻ്റർവൽസ് ട്രെയിനിങ് ചെയ്യാറുണ്ട്. ഓട്ടം തുടരാൻ തന്നെയാണ് ഫെമിന്റെ തീരുമാനം. 42 കിലോമീറ്ററിലേറെ ദൈർഘ്യം വരുന്ന ഫുൾ മാരത്തൺ മത്സരം പൂർത്തിയാക്കുക എന്നതാണ് ഫെമിന്റെ അടുത്ത ലക്ഷ്യം. അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫുൾ മാരത്തൺ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടെ പ്രാക്ടീസും കുറച്ചും കൂടെ ടൈമും നമുക്കതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല ഇപ്പോഴത്തെ ഈ ഒരു വർക്കിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കുള്ള ഒരു ഉപദേശവും ഫെമിൻ നൽകുന്നുണ്ട്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ആഫ്റ്റർ ഏജ് ഒരു 30 കഴിയുമ്പോഴേക്കും നമുക്ക് ഫിറ്റ്നസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വർക്ക് കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറന്നു പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരാരും നമുക്ക് വേണ്ടിയിട്ട് കടന്നു വരില്ല. അപ്പം നമ്മുടെ കാര്യം എപ്പോഴും നമ്മൾ തന്നെ നോക്കണം. വീടകങ്ങളിൽ ഒതുങ്ങിയ വനിതകൾക്ക് മാതൃകയായി ഫെമിൻ ട്രീസ ഓട്ടം തുടരുകയാണ്.